സാവോ പോളോയുടെ തെരുവിൽ നിന്ന് പന്ത് തട്ടി ലോക ഫുട്ബോളിന്റെ നെറുകയിൽ ഇതിഹാസം തീർത്ത് വിശ്വവേദിയിൽ നിന്ന് ചങ്കു പൊട്ടിക്കൊണ്ട് ബ്രസീലിന്റെ എക്കാലത്തെയും സൂപ്പർ താരം നെയ്മർ ജൂനിയർ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഓരോ ഫുട്ബോൾ ആരാധകരുടെയും ഹൃദയത്തിൽ സങ്കട കണ്ണീരാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പരിക്കിന്റെ പിടിയിലല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മെസ്സിക്കൊപ്പം ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും മികച്ച താരമായി മാറേണ്ട ഒരാളായിരുന്നു നെയ്മർ ജൂനിയർ. ബ്രസീൽ ടീമിന് കോപ്പ അമേരിക്കയും കോൺഫെഡറേഷൻ കപ്പും ഒളിമ്പിക്സിൽ സ്വർണ്ണമടക്കം കിരീടങ്ങളൊക്കെ നേടിക്കൊടുത്ത് ലോകകപ്പ് മാത്രം നേടാൻ കഴിയാത്ത ഒരു നിരാശയോടുകൂടി കണ്ണീരോടുകൂടിയാണ് അദ്ദേഹം പന്ത് തട്ടി തുടങ്ങിയ അതേ മൈതാനത്ത് അവസാന ഗോളും അടിച്ചുകൊണ്ട് വിട പറഞ്ഞത്. അതുപോലെ തന്നെ ക്ലബ്ബ് ഫുട്ബോളിൽ UEFA ചാമ്പ്യൻഷിപ്പ് അടക്കം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് അടക്കം 30ഓളം കിരീടങ്ങൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നേടാൻ കഴിയും. 130 കളികളിൽ 80 ഗോളുകളുമായി ബ്രസീലിന്റെ എക്കാലത്തെയും ടോപ്പ് സ്കോററായി പെലെയേക്കാൾ മുൻപന്തിയിലെത്തിക്കൊണ്ട് ബ്രസീൽ ടീമിനെ കുറഞ്ഞ കാലം കൊണ്ട് ഇതിഹാസ തുല്യമായ രീതിയിൽ വലിയ രീതിയിൽ ഒരു ചരിത്ര മുന്നേറ്റം നടത്താൻ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നതും വിസ്മരിക്കാനാവില്ല. സങ്കടം സൃഷ്ടിച്ചുകൊണ്ട് പടിയിറങ്ങുമ്പോൾ ഓർക്കാൻ ഒരുപാട് സുവർണ നിമിഷങ്ങളാണ് ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ലോകകപ്പ് ഒരു തലമുറയുടെ മാറ്റം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ ജൂനിയർ അടക്കം ഈ ഇതിഹാസ താരങ്ങളൊക്കെ വിട പറയുമ്പോൾ വലിയ ഒരു ശൂന്യത തന്നെയാണ് ലോക ഫുട്ബോളിൽ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുട്ബോൾ കൊണ്ട് കവിത രചിച്ച് മനോഹരമായ ട്രിബിങ്ങുകളും ചലനാത്മക രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ നടത്തിയ ആ ഒരു നെയ്മർ കാലഘട്ടത്തിനാണ് ഇവിടെ വിട പറഞ്ഞിട്ടുള്ളത്.